ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ഗായത്രി പാറുവിനോട് പറയുകയാണ്, എൻ്റെ മരണത്തിന് പിന്നിൽ ആരാണ് മോൾ അറിയാൻ സമയമായി കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് മോൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ മോള് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കാം ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. ധൈര്യം കൈവിടാതെ എന്തിനേയും മോള് നേരിടണം. അങ്ങനെ എല്ലാ ശത്രുക്കളെയും തിരിച്ചറിയുന്ന സമയത്ത് മോളുടെ ജീവൻ രക്ഷിക്കുമോ അതോ എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കുമോ എന്ന് ഗായത്രി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, ദൈവമ്മയ്ക്ക് എന്താ എന്നെ സംശയമാണോ? എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ വിശാൽ സാറിനെ രക്ഷിച്ചിരിക്കും. പക്ഷേ ദൈവമേ, എനിക്ക് ആ പ്രതാപൻ സാറിനെയും പ്രഭാവതി അമ്മയും സംശയമുണ്ട്. രണ്ടുപേരും ഏത് സമയവും മാറി നിന്ന് എന്തൊക്കെയോ ഗൂഢാലോചനയാ. എന്താണെങ്കിലും മോളെന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഗായത്രി അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്ന് പാറുവിന് ഒരു ദിവ്യദൃഷ്ടി ഉണ്ടാവുകയാണ്. ഒരു പാമ്പിൻ പുറ്റാണ് പാറു കാണുന്നത്. അത് കണ്ട് ഭയത്തോടെ നിൽക്കുകയാണ് പാറു. പിന്നീട് കാണിക്കുന്നത് വിപിന്റെ മുറിയിലേക്ക് ചെല്ലുന്ന പല്ലവിയാണ്. നമുക്ക് ഒന്നും രണ്ടും പറഞ്ഞ് സംസാരിച്ചിരിക്കാമെന്ന് പല്ലവി പറയുമ്പോൾ വിപിൻ പറയുകയാണ്, ആളെ വിട് സ്വാമി, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് വിപിൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് താഴേക്ക് പോകുന്ന പാറുവിനെയാണ്. അതേസമയം അച്ചമ്മ പാറുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും പാറു അതൊന്നും കേൾക്കുന്നതേയില്ല. തുടർന്ന് അച്ചമ്മ വിശാലിനോട് പറയുകയാണ്, വിശാൽ മോനെ, ദേ ആ പാർവതി ഒന്ന് അവിടെ പിടിച്ചു നിർത്തിക്കേ, ഞാൻ വിളിച്ചിട്ടൊന്നും അവൾ കേൾക്കുന്നതേയില്ല. തുടർന്ന് വിശാൽ പാറുവിനെ അവിടെ പിടിച്ചു നിർത്തുമ്പോൾ പാറുവിന് ബോധം വരുന്നു. എന്താ പാർവതി, നീ ഇവിടെ എങ്ങുമല്ലേ? അച്ചമ്മ നിന്നെ എത്ര നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്? അത് പിന്നെ അച്ചമ്മയെ ഞാൻ കേട്ടില്ലെന്ന് പാറു പറയുമ്പോൾ, ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യവും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഇവളല്ലേ നടക്കുന്നത്. അതുകൊണ്ടാ സ്ഥലകാല ബോധം പോലും ഇല്ലാത്തത്. ഇവളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാ, ഒരു കാര്യവും അനാവശ്യമായി തലയിൽ എടുത്ത് വെക്കരുതെന്ന്. എൻ്റെ ശ്രീമതിക്ക് ഇത്തിരി സമാധാനത്തിന്റെ കുറവുണ്ട്. അതെന്താണെങ്കിലും ഞാൻ ഇന്ന് തന്നെ നേടിക്കൊടുക്കാം. നമുക്കേ സിറ്റിക്ക് പുറത്തൊരു ട്രിപ്പ് പോയിട്ട് വരാം. ഒരു കാട്ടുപ്രദേശമാണ്. പക്ഷെ നിനക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. നീ വന്നേ, നമുക്ക് റെഡിയാകാമെന്ന് പറഞ്ഞ് വിശാല് പാറുവിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പാറു അച്ചമ്മയോട് അനുവാദം ചോദിക്കുകയാണ്. അച്ചമ്മയും പോയിട്ട് വരാൻ പറയുമ്പോൾ പാറുവിന് സന്തോഷമാകുന്നു. അതേസമയം പ്രതാപൻ ചെന്ന് പ്രഭാവതിയോട് പറയുകയാണ്, ചേച്ചി അറിഞ്ഞോ, വിശാലും പാർവതിയും കൂടി ഔട്ടിങ്ങിന് പോവുകയാണെന്ന്. അതേസമയം ജാസ്മിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, അപ്പോൾ നിങ്ങളും കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലേ? അവരിപ്പോൾ ഔട്ടിങ്ങിന് പോകുന്നു. അധികം വൈകാതെ തന്നെ അവർ ഹണിമൂണിന് പോവുകയും പാർവതിക്ക് വിശേഷമുണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ നിൽക്കുന്ന ഞാനൊരു മണ്ടി. ഞാനിപ്പോൾ ഇവിടെ അധികപ്പറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവുക. എൻ്റെ ജാസ്മിൻ, അവർ ഔട്ടിങ്ങിന് പോകാൻ പോകുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ പ്രതാപൻ പറഞ്ഞതനുസരിച്ച് അവർ പോകുന്നത് ഒരു കാട്ടുപ്രദേശത്തേക്കാണ്. ആ കാട്ടുപ്രദേശത്ത് വെച്ച് ഒന്ന് തള്ളിയാൽ പോലും ആരും ചോദിക്കാൻ പോകുന്നില്ല. നീ എന്താണെങ്കിൽ ഒരു നല്ല ഷൂട്ടറല്ലേ, ഉന്നം തെറ്റാതെ ഒന്ന് വെടിവെച്ച് കാണിക്കാൻ പ്രഭാവതി ജാസ്മിനോട് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പ്രഭാവതിയെ നോക്കുകയാണ് ജാസ്മിൻ. പിന്നീട് കാണിക്കുന്നത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന പാറുവിനെയാണ്. അതേസമയം പല്ലവിയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ചേച്ചി എന്താ ചെയ്യുന്നത് എന്ന് പല്ലവി ചോദിക്കുമ്പോൾ, ഞാൻ പിന്നെ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുകയായിരുന്നെന്നും പക്ഷേ ഈ മെത്തയും തലയണയുമൊക്കെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയില്ലെന്നും പാറു പറയുന്നു. ഇത് കേൾക്കുന്ന പല്ലവി ചോദിക്കുകയാണ്, അതിന് ചേച്ചി രാവിലെ പോയിട്ട് രാത്രിയല്ലേ വരുന്നത്? 3-4 ദിവസത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. ഇത് കേൾക്കുന്ന പാറു തനിക്ക് പറ്റിയ അമളയെക്കുറിച്ച് ആലോചിക്കുകയാണ്. അത് പിന്നെ സത്യം പറഞ്ഞാലേ ഞാൻ ഓർത്തില്ല. ചേച്ചി, ഈ യാത്ര എന്തിനാണെന്ന് ചേച്ചിക്കറിയാമോ? പരസ്പരം മനസ്സ് തുറക്കാനുള്ളൊരു യാത്രയാണ്. ചേച്ചി അല്പം കൂടി റൊമാൻറ്റിക് ആകണമെന്ന് പല്ലവി പറയുമ്പോൾ മണിക്കുട്ടനും അതിനെ ശരിവെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കിതൊന്നും കേൾക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവും വിശാലും കൂടി ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളിനി ആ സ്ഥലം വരെ എത്താൻ എത്ര ദൂരമുണ്ടെന്ന് പാറുവിനറിയാമോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല. എവിടെ വരെ പോകാനാണെങ്കിലും വിശാൽ സാർ ഒപ്പമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാ. വിശാൽ സാറിൻ്റെ ഒപ്പം ഇരുന്ന് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും എത്ര ദൂരം സഞ്ചരിക്കാനും എനിക്കിഷ്ടമാ. നിന്റെ സ്നേഹം തിരിച്ചറിയാൻ ഞാൻ ഇത്ര വൈകിപ്പോയല്ലോ പാർവതിയെന്ന് വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ്, എല്ലാം ഉദയനൂരമ്മയുടെ നിശ്ചയം പോലെയല്ലേ നടക്കൂ വിശാൽ സാർ. അങ്ങനെ അവർ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഘോരി പറഞ്ഞ വാക്കുകളും കൂടാതെ ആ പാമ്പിൻ പുറ്റും പാറുവിൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന പാറു ഒരു ഭയത്തോടെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗോപിനാഥിനെയാണ്. ഗോപിനാഥിന് ഗുളിക കൊടുത്തുകൊണ്ട് അച്ചമ്മ പറയുകയാണ്, പാർവതി എന്നെ എല്ലാം ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ള ഇവരുടെ ഈ യാത്ര നല്ലതാ. ആണെങ്കിലും വിശാലിനിപ്പോൾ പാർവതിയോട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയല്ലോ. നിനക്കും അത് തന്നെയല്ലേ ഗോപി ഇഷ്ടമെന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ ഗോപിനാഥ് അച്ചമ്മയെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലും പാറുവും സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.